സംസ്ഥാനത്ത് പനിമരണം തുടരുന്നു. പനി ബാധിച്ച് ഇന്നലെ 9 പേരാണ് മരിച്ചത്. ഇതിൽ 4 പേർ ഡെങ്കിപ്പനി ബാധിച്ചും 2 പേർ എലിപ്പനി ബാധിച്ചുമാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ജൂലൈ 1 മുതൽ ഇന്ന് വരെ 75 പനിമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് പനിമരണം വീണ്ടും വർദ്ധിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം 9 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 പേർ ഡെങ്കിപ്പനി ബാധിച്ചും 2 പേർ എലിപ്പനി ബാധിച്ചുമാണ് മരിച്ചത്. തിരുവനന്തപുരത്തും പാലക്കാടുമായി 2 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. എലിപ്പനി ലക്ഷണത്തോടെ മരിച്ചവരിൽ ഒരാൾ മലപ്പുറത്തും മറ്റൊരു മരണം പാലക്കാടുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പനി ബാധിച്ച് തിരുവനന്തപുരത്തും കോട്ടയത്തുമായി 2 പേരും മരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞപ്പിത്ത രോഗം മൂലം തിരുവനന്തപുരത്ത് 13 വയസ്സുകാരിയും മരണപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ജൂലൈ 1 മുതൽ ഇന്ന് വരെ എടുത്തിട്ടുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം 75 പേരാണ് പനി ബാധിച്ച് മരിച്ചിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രിയിലെ മരണം കൂടി കണക്കാക്കുമ്പോൾ ഇത് 100-ലധികമായേക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും പനിമരണങ്ങൾ ദിനംപ്രതിയേറുന്നത് ആശങ്കയ്ക്കിടയാക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. വരണ്ട കണ്ണുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കുമാരപുരം ദിവ്യപ്രഭ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ദേവിൻ പ്രഭാകരാണ്. നമസ്കാരം ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമുക്കെല്ലാം അറിയാം, വളരെ സ്വാഭാവികവും സാധാരണവുമായിട്ടുള്ളൊരു അസുഖമാണ് ഈ വരണ്ട കണ്ണുകൾ എന്ന് പറയുന്നത്. എന്താണ് ഈ വരണ്ട കണ്ണുകൾ എന്ന വാക്കുകൊണ്ട് ആരോഗ്യ പ്രശ്നം കണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ? കണ്ണിൻ്റെ അകത്ത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കണ്ണീരുണ്ട്. ഈ കണ്ണീരിൻ്റെ അളവിലും ഘടനയിലും ഉണ്ടാകുന്ന വ്യത്യാസത്തിനാണ് വരണ്ട കണ്ണുകൾ അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ ഡ്രൈ ഐ എന്ന് പറയും. വരണ്ട കണ്ണുകളും അഥവാ ഡ്രൈ ഐയും ഉണ്ടാകുന്നത് കണ്ണിലുള്ള കണ്ണീരിൻ്റെ അളവിലും അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഘടനയിലും ഉണ്ടാകുന്ന വ്യത്യാസത്തിനാണ് ഡ്രൈ ഐ അഥവാ വരണ്ട കണ്ണുകളെന്ന് പറയുന്നത്. ഡോക്ടർ, നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് കൂടി ഒന്ന് പറയാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ വരണ്ട കണ്ണുകൾ സമൂഹത്തിൽ 30-50% ആൾക്കാർക്ക് വരെ വരണ്ട കണ്ണുകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ വരണ്ട കണ്ണുകൾ സാധാരണ നമ്മൾ അനുഭവപ്പെടുന്നത് കണ്ണിൽ കരകരപ്പ്, തട്ടൽ, കണ്ണെന്തോ കിടക്കുന്ന പോലെ തോന്നുക, അധികം നേരം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ കണ്ണ് ഡ്രൈ ആവുന്നതായിട്ട് തോന്നുക, കണ്ണിന് ഈർപ്പമില്ലാതായിട്ട് തോന്നുക. കുറച്ചുകൂടെ കൂടിയ രീതിയിലുള്ള ഡ്രൈ ഐ ആണെങ്കിൽ കാഴ്ചയ്ക്ക് വരെ മങ്ങൽ ഡ്രൈ ഐ മൂലം ഉണ്ടാകാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. കണ്ണ് വരണ്ടിരിക്കുന്നതായിട്ട് തോന്നുക, കണ്ണിൽ കരകരപ്പും തട്ടലും തോന്നുക, കണ്ണിൽ പൊടി പോയതായിട്ട് തോന്നുക, കണ്ണിൽ ചെറിയ രീതിയിലുള്ള ചുവപ്പും അസ്വസ്ഥതയും ചില അവസരങ്ങൾ കാഴ്ചയ്ക്ക് മങ്ങലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ കണ്ണുനീരിന് വളരെയേറെ പ്രാധാന്യം നമ്മുടെ കണ്ണുകളുടെ പ്രവർത്തനത്തിലുണ്ട്. ഈ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? കണ്ണുനീരിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അതെ, കണ്ണുനീര് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥിയാണ് കണ്ണുനീരുണ്ടാക്കുന്നത്. കണ്ണുനീരിന് 3 ഘടകങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ഘടകമുണ്ട്, മ്യൂക്കസിൻ്റെ ഘടകമുണ്ട്, ലിപ്പിഡ്സിൻ്റെ ഘടകമുണ്ട്. വെള്ളത്തിൻ്റെ ഘടകമാണ് ലാക്രൈമൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ മൂക്കളയിലുള്ള പോലത്തെ മ്യൂക്കസ്, ഇതിൻ്റെയും ഒരളവ് കണ്ണുനീരിലുണ്ട്. മൂന്നാമതായുള്ളതാണ് ലിപ്പിഡ്സ്, അതായത് എണ്ണമയം. ഇത് 3ഉം കറക്റ്റായിട്ടുള്ള തോതിലുണ്ടെങ്കിൽ മാത്രമേ കണ്ണുകൾ നമ്മൾ ഇമ വെട്ടുമ്പോൾ സ്മൂത്തായിട്ട് കണ്ണ് തുറക്കാനും അടയ്ക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മൂക്കളയുടെ അംശം, അതായത് മ്യൂക്കസ് കൂടുതലായിട്ടുള്ളവർക്കാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ തൊട്ട് ഈ പീള പോലത്തുള്ള കാര്യം എടുക്കേണ്ടി വരുന്നത്. ഈ പീളയ്ക്കാണ് നമ്മൾ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഇത് ഡ്രൈ ഐയുടെ ഒരു തരമാണ്. അപ്പോൾ നിരന്തരമായി കണ്ണിൽ നിന്ന് പീള എടുക്കുന്നവർക്ക് നമ്മൾ കൈവച്ച് തൊടുമ്പോൾ ഈ പീള കണ്ണിൽ കൂടുതലായി ഉണ്ടാവുകയും ഇത് രോഗം വഷളാവുകയും ചെയ്യുന്നു. ഇതിന് മ്യൂക്കസ് ഫിഷിംഗ് സിൻഡ്രോം എന്ന് പറയും. അതായത് കണ്ണിൽ നമ്മൾ പീള കണ്ണിൽ നിന്ന് എടുക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ പീള പിന്നെയും വരുന്നു, പിന്നെയും നമ്മൾ എടുക്കുന്നു. ഇതിനെ മ്യൂക്കസ് ഫിഷിംഗ് സിൻഡ്രോം എന്ന് പറയും. ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. അതായത് നമ്മൾ കണ്ണിൽ നിന്ന് ഈ മൂക്കള പോലത്തെ കാര്യം എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കണ്ണ് കൂടുതൽ ഉണ്ടാക്കുകയും രോഗം വഷളാവുകയും ചെയ്യും. ഇങ്ങനെയുള്ളവർക്ക് എത്രയും പെട്ടെന്നൊരു നേത്രവിദഗ്ധനെ കാണിച്ച് നമുക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട്, അത് ചെയ്യണം. മൂന്നാമത്തെ ഘടകമാണ് ലിപ്പിഡ്സ്, അഥവാ കൊഴുപ്പിൻ്റെ അംശം. ഇത് നമ്മുടെ കണ്ണിൻ്റെ പോളയിൽ അറ്റത്തുള്ള മെയ്മോബിയൻ ഗ്ലാൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഈ ഗ്രന്ഥിയുടെ അസുഖം ആണ് പലപ്പോഴും കൺകുരുവായിട്ടും കണ്ണിൽ ചുവപ്പായിട്ടും വരുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കണ്ണുനീരിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരികയും ഇതൊക്കെ വരണ്ട കണ്ണുകളായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ കണ്ണുനീരും വരണ്ട കണ്ണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? നമുക്ക് ഈ കണ്ണുനീരിൻ്റെ 3 ഘടകങ്ങളും ജലാംശവും
ലിപ്പിഡ്സും മ്യൂക്കസും കറക്റ്റായിട്ടുള്ള തോതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരണ്ട കണ്ണുകൾ ആകാതെ ഇരിക്കുന്നുള്ളൂ. കണ്ണുനീര് നമുക്ക് ചില അവസരങ്ങൾ കണ്ണിൽ നിന്ന് പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നു, അന്തരീക്ഷത്തിലോട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് ഇമ വെട്ടുന്നത് കുറയുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് പെട്ടെന്ന് കണ്ണുനീർ വരണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് സംഭവിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വളരെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ടി വിയിലോട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വളരെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി കണ്ണ് ഇമ വെട്ടുന്നതിനേക്കാളും തോത് കുറയുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ണിൽ നിന്ന് ഇവോപ്പറേറ്റ് ചെയ്തിട്ട് ഡ്രൈ ആയി ഉണ്ടാകുന്നു. ഇതുകൊണ്ടാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ണിന് ഒരു ഡ്രൈനെസ്സും കരകരപ്പും തട്ടലും തോന്നുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കമ്പ്യൂട്ടറിനേക്കാളും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് മൊബൈലാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് അധികം നേരം കാണുകയാണെങ്കിൽ വരണ്ട കണ്ണുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ മിഴി നല്ലതുപോലെ തുറന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കണ്ണിൻ്റെ ഇമ വെട്ടാൻ മറന്നു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് ഉണ്ടാകുന്നത്. നമുക്ക് ഈ വരണ്ട കണ്ണ് എന്നുള്ള ആരോഗ്യ പ്രശ്നം നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുക എന്നുകൂടെ എന്ന് പറയാം. സാധാരണ ഒരു വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണുകൾ ഉപയോഗിക്കുന്നത് മൊബൈലിലെ സ്ക്രീൻ നോക്കാനാണ്. അത് വാട്സാപ്പ് ആണെങ്കിലും SMS ആണെങ്കിലും വീഡിയോസ് കാണാനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൊബൈൽ യൂസ് ചെയ്യുമ്പോഴാണ്. ഈ ഒരു അമിതമായ മൊബൈലിൻ്റെ യൂസും അതുപോലെ നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും ജോലിയുടെ ഭാഗമായിട്ടും ഇപ്പം മിക്കവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നിരന്തരമായി യൂസ് ചെയ്യുമ്പോഴും കണ്ണുകളുടെ പുറത്ത് ഒരുപാട് സമ്മർദ്ദം വരികയും കണ്ണുകൾ വരണ്ടു പോകാനുള്ള സാധ്യതയും ഒരുപാട് കൂടുതലാണ്. ഇതിനു വേണ്ടി തന്നെ നമ്മളൊരു സ്ലോഗനുണ്ട്, 20-20-20 റൂൾ എന്ന് പറയും. അതായത് എല്ലാ 20 മിനിറ്റും നമ്മൾ 20 സെക്കൻഡിലത്തേക്ക് കണ്ണിന് വിശ്രമം കൊടുക്കുക. വിശ്രമം എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തുള്ള കാര്യങ്ങൾ, മൊബൈലായാലും കമ്പ്യൂട്ടറായാലും ബുക്കായാലും, അതിന് പകരം ജനലിൽ കൂടെയോ അല്ലെങ്കിൽ വിദൂരത്തിലോട്ടുള്ളൊരു കാര്യത്തിൽ നോക്കി കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. 20 അടിക്ക് അപ്പുറത്തുള്ളൊരു കാര്യത്തിലാണ് മൂന്നാമത്തെ 20. എല്ലാ 20 മിനിറ്റും 20 സെക്കൻഡിലത്തേക്ക് 20 അടിയിൽ കൂടുതൽ വിദൂരത്തിലുള്ളൊരു കാര്യങ്ങളിലോട്ട് നോക്കി കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. ഇതാണ് നിത്യജീവിതത്തിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തെ ബുദ്ധിമുട്ട്, മിക്കപ്പോഴും നമ്മൾ കാറോ സ്കൂട്ടറോ ബൈക്കോ ഓടിക്കുമ്പോൾ കണ്ണ് വരണ്ടു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിനും ആരോഗ്യത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹെൽമെറ്റാണ്. ഹെൽമെറ്റ് ധരിക്കാതെ ഒരു കാരണവശാലും നമ്മൾ ബൈക്ക് ഓടിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ ഹെൽമെറ്റ് ഒരു വൈസറുണ്ട്, അത് താത്തി വെച്ചിട്ട് കണ്ണിലോട്ട് കാറ്റടിക്കുന്നതും കൂടെ നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ കണ്ണിൽ ഈ കാറ്റടിച്ച് കണ്ണ് വരണ്ടു പോകുന്നതും പൊടി പോകുന്നതും ഒരു പരിധി വരെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിച്ച് മാത്രം ബൈക്ക് ഓടിക്കുക. രണ്ടാമത്, നമ്മുടെ കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ മിക്കവരും കാറിൻ്റെ 2 ജനലും പൊക്കി AC ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കാറുള്ളത്. AC ഇല്ല എങ്കിൽ നമ്മൾ ഫാനെങ്കിലും ഓൺ ചെയ്തിടാറുണ്ട്. അപ്പോൾ നിരന്തരമായി നമ്മുടെ മുഖത്തോട്ട് AC-യുടെ കാറ്റ് അല്ലെങ്കിൽ വെറും ഫാനിൻ്റെ കാറ്റ് അടിച്ചുകൊണ്ടിരുന്നാൽ കണ്ണ് പെട്ടെന്ന് വരണ്ടു പോകും. അപ്പോൾ നമ്മൾ അധികം നേരം കാർ ഓടിക്കുകയാണെങ്കിൽ, ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമ്മൾ നിരന്തരം കാർ ഓടിക്കുകയാണെങ്കിൽ ആ AC-യുടെ വെൻറ്റ് നമ്മൾ തിരിച്ച് വിൻഷീൽഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കണ്ണിലോട്ട് അടിച്ച് ഡ്രൈനെസ് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. നിത്യജീവിതത്തിൽ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഡ്രൈനെസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഉച്ച സമയത്തൊക്കെ വെളിയിലോട്ട് പോകുമ്പോൾ അതിയായ വെയിലും ചൂടും പൊടിയും ഡ്രൈനെസ് നമുക്ക് വഷളാക്കുന്നു. ആ ഒരു അവസരത്തിൽ എന്തുകൊണ്ടും നമുക്ക് നല്ലത് ഒരു കണ്ണടകൾ വെച്ചിട്ട് നമ്മൾ വെയിലത്തോട്ട് പോകുന്നതാണ്. കണ്ണടകൾ വെച്ചാൽ 2 പ്രയോജനമുണ്ട്. ഒന്ന്, നമ്മൾ അന്തരീക്ഷത്തിലുള്ള പൊടി കണ്ണിലോട്ട് അടിക്കാതിരിക്കും. 2, പ്ലെയിൻ ഗ്ലാസുകൾ ആണെങ്കിൽ പോലും അതിന് പോലും UV ഫിൽറ്ററിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ സൂര്യകിരണങ്ങളുടെ UV ലൈറ്റ് പ്ലെയിൻ ഗ്ലാസ് പോലും ഒരു പരിധി വരെ തടയുകയും കണ്ണിലോട്ട് അത് ചെന്ന് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതും കാറ്ററാക്റ്റ് ഉണ്ടാക്കുന്നതും കണ്ണിൻ്റെ ഞരമ്പിൻ്റെ കേടായ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ ഉണ്ടാക്കുന്ന ഒരു പരിധി വരെ തടയും. ഡോക്ടർ, ഏത് പ്രായക്കാരിലാണ് ഈ വരണ്ട കണ്ണുകൾ എന്നുള്ള ആരോഗ്യ പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് പറയാം? സാധാരണയായി നമ്മളൊരു 35-40 വയസ്സ് തൊട്ടാണ് ഈ ഡ്രൈനെസ് തുടങ്ങുന്നത്. ഒരു 55-60 വയസ്സാകുമ്പോൾ മിക്കവർക്കും ഡ്രൈനെസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ കയ്യിലോട്ട് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ കൈ ഒരു 55-60 വയസ്സാകുമ്പോൾ ചെറുപ്പത്തിലുള്ള പോലത്തെ ഒരു എണ്ണമയമോ ഒരു സപ്പിൾനെസ്സോ കാണില്ല. അതുപോലെ തന്നെ കണ്ണിൻ്റെ അകത്ത് കണ്ണീരിൻ്റെ അംശവും നമുക്കൊരു പരിധി വരെ പ്രായം കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നുണ്ട്. മിക്കവർക്കും ടിയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട്.
മിക്കവാറും എല്ലാ ബ്രാൻഡും നല്ലതാണ്. ഇന്ന ബ്രാൻഡ് ബെറ്റർ എന്ന് പറയാനായിട്ടില്ല. ജനറിക് ആയിട്ടുള്ള ടിയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ തന്നെ ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇത് ഓവർ ദ കൗണ്ടർ മെഡിസിനാണ്. ചെറിയ രീതിയിലുള്ള കരകരപ്പോ തട്ടലോ ഉള്ളെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. കൂടുതലായിട്ടുണ്ടെങ്കിലോ അതിൽ കണ്ണിൽ നിന്ന് പീള വരുന്ന ശീലം ഉണ്ടെങ്കിലോ കണ്ണിൽ കുരുക്കൾ വരുന്നുണ്ടെങ്കിലോ നിർബന്ധമായും ഡോക്ടറിനെ കാണിക്കണം. അല്ലാതെ ചെറിയ കരകരപ്പോ തട്ടലോ ഉള്ളെങ്കിൽ നമുക്ക് ടിയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. ഒരു നിബന്ധന മാത്രം, 40 വയസ്സ് കഴിഞ്ഞവർ 3 വർഷത്തിലൊരിക്കൽ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തണം. ഡയബറ്റിക് ആണെങ്കിൽ വർഷാവർഷം ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തണം. 60 വയസ്സ് കഴിഞ്ഞവർ വർഷാവർഷം ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തണം. ഇതൊക്കെ നോക്കി നോർമൽ ആണെങ്കിൽ കണ്ണിൽ കരകരപ്പോ തട്ടലോ മാത്രമുള്ളെങ്കിൽ നമുക്ക് വളരെ സേഫായിട്ട് ടിയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് ഒരു തുള്ളി 2-3 നേരം നമുക്ക് ഉപയോഗിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഡോക്ടർ, ഈ വരണ്ട കണ്ണുകൾ അഥവാ ഡ്രൈ ഐ അതൊരു അസുഖമായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഡ്രൈ ഐ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഒരു അവസ്ഥയാണ്. അത് ഒരു അസുഖമായിട്ടല്ല, പല അസുഖങ്ങളും പല കാരണങ്ങളും ഉണ്ടാക്കുന്ന ഒരു ലോകലക്ഷണമാണ് ഡ്രൈ ഐ. അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിനിൽ ചികിത്സിക്കുന്നത് രോഗലക്ഷണത്തെ അല്ല, നമ്മൾ എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് തടയുകയോ അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കുകയോ ചെയ്യുന്നു. ഡ്രൈനസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ, ഒന്ന് ഈ പറഞ്ഞ പോലെ പ്രായം കൂടുന്നതനുസരിച്ച് ഡ്രൈനസ് വരാൻ സാധ്യതയുണ്ട്. 2, ജീവിതശൈലിയിൽ നമ്മൾ അമിതമായ കമ്പ്യൂട്ടറോ മൊബൈലോ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കാരണവും ഡ്രൈനസ് ഉണ്ടാകാം. ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും ഡ്രൈനസ് ഉണ്ടാകാം. സാധാരണ നമ്മൾ കഴിക്കുന്ന ഹൈപ്പർടെൻസീവ് മരുന്നുകൾക്ക് ഡ്രൈനസ് ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടുണ്ട്. അലർജിക്ക് ഉപയോഗിക്കുന്ന ആൻറ്റി അലർജി മെഡിസിൻസിനും ഡ്രൈനസ് ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടുണ്ട്. ഗർഭനിരോധത്തിന് യൂസ് ചെയ്യുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലിനും ഡ്രൈനസ് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് നിർത്താൻ ഒക്കുന്ന മരുന്നുകളല്ല. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ഡ്രൈനസ് ഉണ്ടെങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ച് അത് നോക്കണം. അപ്പോൾ നേത്രവിദഗ്ധൻ നോക്കുന്നത് ഡ്രൈനസ് ആയിട്ടൊരു രോഗി ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നോക്കുന്നത് കണ്ണിൽ എത്ര കണ്ണീർ ഉണ്ട് എന്നാണ്. ഇതിന് ഷേമർ ടെസ്റ്റ് പോലത്തുള്ള ടെസ്റ്റുകളുണ്ട്. കണ്ണിൻ്റെ അകത്തോട്ടൊരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇത് എത്ര നീളത്തിൽ പേപ്പർ നനയുന്നു നോക്കും. ഇതിന് ഷേമർ ടെസ്റ്റ് എന്ന് പറയും. രണ്ടാമത് കണ്ണിൻ്റെ അകത്തോട്ട് ഫ്ലൂറസീൻ ഡൈ ഇട്ടിട്ട് കണ്ണീരിൻ്റെ താഴത്തെ ഭാഗം, കണ്ണിൻ്റെ അകത്ത് എത്ര കണ്ണീരുണ്ടെന്ന് സ്ലിറ്റ് ലാമ്പ് എന്നുള്ള ഉപകരണം വെച്ച് നമ്മൾ അളന്ന് നോക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ മരുന്നിട്ടിട്ട് കണ്ണ് ഇമ വെട്ടി തുറക്കാൻ പറയുന്നു. സാധാരണ ഒരു വ്യക്തി ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഒരിക്കലാണ് ഇമ വെട്ടുന്നത്. അപ്പോൾ ഈ കണ്ണീരിൻ്റെ അകത്ത് നമ്മൾ ഫ്ലൂറസീൻ ഡൈ ഇട്ടിട്ട് ഒരു 15 സെക്കൻഡിൻ്റെ അകത്ത് അത് ക്ലിയറായിട്ട് കോട്ടിങ് വരുന്നില്ല എങ്കിൽ അത് ഡ്രൈനസിൻ്റെ ഒരു ലക്ഷണമാണ്. അത് കൂടാതെ റോസ് ബംഗാൾ എന്നൊരു ഡൈ ഉണ്ട്, കണ്ണീരിൻ്റെ പ്രവർത്തനം എവിടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതുപോലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഡോക്ടർ എത്രത്തോളം ഡ്രൈനസ് ഉണ്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ ചെറിയ രീതിയിലുള്ള ഡ്രൈനസ്സേ ഉള്ളെങ്കിൽ നമ്മൾ ടിയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിനേക്കാളും കൂടുതൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള തുള്ളിമരുന്നുകളുണ്ട്. സൈക്ലോമിയൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടും ജെൽ രൂപത്തിലുള്ള മരുന്നുകളുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ചില പഠനങ്ങൾ കാണിക്കുന്നത് omega-3 ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസിയിലും വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയിലും ഡ്രൈനസ് വരാറുണ്ട്. അപ്പോൾ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാനും ഒക്കുന്നു. അപ്പം ഡ്രൈ ഐ ഒരു രോഗലക്ഷണമാണ്, അത് ഒരു രോഗമല്ല. അത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യവാർത്തകൾ ഇടവേളയാണ്. ഇടയ്ക്ക് ശേഷം ചർച്ച തുടരും. ഗുരു വെളിച്ചമാണ്, 3-ാം കണ്ണാണ്. ശ്രീ പരമേശ്വരന്റെ ദർശന അനുഗ്രഹത്താൽ പാമരനും ഗുരുവാകുന്നു. സത്യം ശിവം സുന്ദരം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7 മണിക്ക്. ഡോക്ടർ, ഡ്രൈ ഐ ഒരു അസുഖമല്ല, അസുഖ ലക്ഷണമാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഈ അസുഖ ലക്ഷണത്തിൻ്റെ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ് എന്ന് കൂടി പറയാം. നമുക്ക് ഡ്രൈ ഐയുടെ ചികിത്സ എളുപ്പമാണെങ്കിലും കുറച്ച് സങ്കീർണമാണ്. മൈൽഡ് ഡ്രൈ ഐ, ചെറിയ രീതിയിലുള്ള ഡ്രൈനെസ്സേ ഉള്ളൂ എങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറയാം. അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ എല്ലാ 20 മിനിറ്റ് കഴിയുമ്പോഴും 20 സെക്കൻഡിലത്തേക്ക് കണ്ണിന് റെസ്റ്റ് കൊടുക്കുക.
മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ വിളിക്കാനായിട്ടല്ല, വായിക്കാനായിട്ടോ വീഡിയോ കാണാനായിട്ടോ ഉപയോഗിക്കുമ്പോൾ എല്ലാ 20 മിനിറ്റിലും ഒരു 20 സെക്കൻഡത്തേക്ക് കണ്ണ് വിശ്രമം കൊടുത്തിട്ട് മാത്രം പിന്നെയും ഉപയോഗിക്കുക. കാർ ഉപയോഗിക്കുമ്പോൾ AC-യുടെ വെൻ്റ് കണ്ണിലോട്ട് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബൈക്ക് ഉപയോഗിക്കുമ്പോൾ ഹെൽമെറ്റോ കണ്ണടകൾ വെച്ചോ മാത്രം യാത്ര ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വെയിലത്തിറങ്ങുന്ന സമയത്ത് ഒരു കണ്ണാടി വെച്ച് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. കണ്ണടകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ കണ്ണിനോട് ചേർന്നിരിക്കുന്ന കണ്ണാടി, അതായത് ക്ലോസ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഗോഗിൾസ് മാതിരിയുള്ള കണ്ണടകളാണെങ്കിൽ കണ്ണും അന്തരീക്ഷം തമ്മിലൊരു ബാരിയറും അത് കൂടാതെ ചേർന്നിരിക്കുന്നതുകൊണ്ട് കണ്ണിൻ്റെ ഊഷ്മാവ് കണ്ണിലോട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇത് കൂടാതെ ദിവസം 1-2 പ്രാവശ്യം ടീയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് ഉപയോഗിക്കുന്നതും ഡ്രൈനസ്സിന് നല്ലതാണ്. നമ്മൾ ഏതെങ്കിലും ഗുളികൾ ഉള്ളിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡ്രൈനസ് അമിതമായി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ ഒക്കുമോ എന്നുള്ളത് ചോദിക്കുക. ഡോക്ടർ, ഈ അസുഖത്തിന് ആരോഗ്യ പ്രശ്നത്തിന് അലർജിയുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്ന് പറയാം? അലർജി ഉള്ളവർക്ക് ഡ്രൈനസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ അലർജി പല കാര്യങ്ങൾക്കും ഉണ്ടാകാം. അത് പൊടിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അലർജി സാധാരണഗതിയിൽ കൂടുതൽ കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പ് കൂടുതൽ ഉണ്ടാക്കിയിരുന്നത്, വാട്ടറിങ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള, അതായത് അലർജി നമ്മൾ വന്ന് മാറിയതിന് ഇടയ്ക്കുള്ള കാലയളവിൽ ഡ്രൈനസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈ ആയി ഉള്ളൊരു വ്യക്തിക്ക് അലർജി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അകത്ത് പൊടിയോ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന പോളൻസോ പൊക്കഴിഞ്ഞാൽ ആവശ്യത്തിന് കണ്ണീരുണ്ടെങ്കിൽ ആ കണ്ണീര് തന്നെ അത് ഡൈല്യൂട്ട് ചെയ്ത് അത് കഴുകിക്കളയുന്നു. വരണ്ട കണ്ണുകളുള്ളവർക്ക് കുറച്ച് പൊടി വീണാലും ഒരുപാട് രോഗലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഐയുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗത്തിൽ ടീയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സും ഈ അലർജി ഉണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മൾ ചെയ്യുന്നു. ചില രോഗികൾക്ക് omega-3 ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അലർജി വരാനുള്ള ഡ്രൈനസ് വരാനുള്ള സാധ്യതയുണ്ട്. omega-3 സാധാരണയായി കണ്ടുവരുന്ന മീനിൻ്റെ മത്തിയിലാണ് ഏറ്റവും കൂടുതൽ omega-3 കണ്ടുവരുന്നത്. omega-3 ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസി ഡോക്ടർ നോക്കിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചില അവസരങ്ങൾ നമ്മൾ കുറച്ചുകൂടെ മീൻ കഴിക്കാൻ ഉപദേശിക്കാറുണ്ട്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫ്ലാക്സ് സീഡ്, ഇതും omega-3 ആവശ്യത്തിനുള്ള ഒരു ഘടകമാണ്. അല്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് omega-3 ടാബ്ലറ്റ്സ് ചില അവസരങ്ങളിൽ കൊടുക്കാറുണ്ട്. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയിലും ഡ്രൈനസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അമിതമായി വെയിൽ കൊള്ളാതിരിക്കുന്നവർക്കും, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസാണ്, രാവിലെ ഒരു 8 മണി 9 മണിക്ക് മുമ്പേ നമ്മൾ ജോലി സ്ഥലത്ത് കയറുന്നു, രാത്രി 6 മണിക്ക് ശേഷമാണ് വെളിയിൽ ഇറങ്ങുന്നതെങ്കിൽ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്. സീറം വൈറ്റമിൻ D3 ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കുറവാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാൽഷ്യവും വൈറ്റമിൻ D3 അടങ്ങിയ ഗുളികളും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായി കഴിക്കുന്നത് നല്ലതാണ്. ഡോക്ടർ, ഈ വരണ്ട കണ്ണുകളുള്ള ചില ആളുകളിൽ കണ്ണീര് ഇറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് പലപ്പോഴും നമ്മൾ വരണ്ട കണ്ണാണ് എന്ന് പേഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ അവർ തിരിച്ചു പറയും, അയ്യോ ഡോക്ടർ, എനിക്ക് വരണ്ട കണ്ണല്ല, കണ്ണിൽ കൂടെ കണ്ണീർ വന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ രോഗലക്ഷണമെന്ന്. തിരിച്ച് നമുക്ക് വിരോധാഭാസമായി തോന്നാം. പക്ഷേ വരണ്ട കണ്ണുകളുടെ ഒരു രോഗലക്ഷണം കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതാണ്. ഇത് പറയാനുള്ള കാരണം കണ്ണുനീരിന് നമ്മൾ പറഞ്ഞതുപോലെ 3 ഘടകങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ ഒരു ഘടകമുണ്ട്, മ്യൂക്കസിൻ്റെ ഒരു ഘടകമുണ്ട്, ലിപ്പിഡ്സിൻ്റെ ഒരു ഘടകമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ലിപ്പിഡ്സിൻ്റെ ഘടകം, ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ എണ്ണമയമാണ്. മ്യൂക്കസിൻ്റെ ഘടകം, മൂക്കളയിലുള്ളതാണ് മ്യൂക്കസ്. ഇത് രണ്ടും ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കണ്ണിലുള്ള വെള്ളത്തിൻ്റെ ജലാംശം കണ്ണിലോട്ട് ഒട്ടി ചേർന്നിരിക്കുകയുള്ളൂ. അപ്പോൾ മ്യൂക്കസ് കുറവുണ്ടെങ്കിലോ ലിപ്പിഡ്സ് എണ്ണമയം കുറവുണ്ടെങ്കിലോ നമ്മൾ കണ്ണുനീരിലെ വെള്ളത്തിൻ്റെ അംശം കണ്ണിൽ നിൽക്കാതെ അത് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വരണ്ട കണ്ണുകൾ ഉള്ള ചിലർക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണിലുള്ള ജലാംശത്തെ കണ്ണിലോട്ട് ചേർത്ത് നിർത്തുന്ന മ്യൂക്കസും ലിപ്പിഡ്സും എണ്ണമയവും കുറവായതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള രോഗലക്ഷണം വരണ്ട കണ്ണുള്ളവർക്ക് വരുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. കണ്ണിൻ്റെ അകത്തുള്ള മ്യൂക്കസിൻ്റെ ശരിയായ തോതും ലിപ്പിഡ്സിൻ്റെ ശരിയായ തോതും നമ്മൾ മരുന്നുകൾ കൊണ്ടും ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ശരിയാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം കൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഡോക്ടർ, അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ആരോഗ്യ പ്രശ്നവും ഈ വരണ്ട കണ്ണുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
നമ്മൾ സാധാരണ ഒരു വ്യക്തി 10 സെക്കൻഡിൽ ഒരിക്കൽ ഇമ വെട്ടുന്നു. നമ്മൾ കമ്പ്യൂട്ടർ വളരെ ശ്രദ്ധിച്ച് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഈ ഇമ വെട്ടുന്നത് കുറയുന്നത് കൊണ്ട് കണ്ണ് പെട്ടെന്ന് വരണ്ടു പോകുന്നു. ഇതിനാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിന് പ്രതിവിധിയായിട്ടാണ് നമ്മൾ 20-20-20 റൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ 20 മിനിറ്റിലും 20 സെക്കൻഡിലത്തേക്ക് 20 അടിയിൽ കൂടുതൽ വിദൂരത്തിലുള്ളൊരു കാഴ്ചയിലോട്ട് നോക്കി കണ്ണിന് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഒരു പരിധി വരെ തടയാൻ സാധിക്കും. വരണ്ട കണ്ണുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം കുമാരപുരം ദിവ്യപ്രഭ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ദേവിൻ പ്രഭാകറാണ്. വളരെയധികം നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന്. ആരോഗ്യ വാർത്തകളിൽ വീണ്ടും ഒരു ഇടവേള. സമൂഹം കുറ്റവാളികളെ സൃഷ്ടിക്കുന്നു, കുറ്റവാളികൾ സമൂഹത്തെ സംഹരിക്കുന്നു. അന്ന് സൗമ്യ, ഇന്നലെ ജിഷ, നാളെ ഇനി ആര്? മനസാക്ഷി മരവിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം. ജാഗ്രത. ജാഗ്രത. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ശ്വാസകോശ അണുബാധയിൽ ഇന്ത്യ അടക്കമുള്ള 5 രാജ്യങ്ങൾ മുന്നിലെന്ന് പഠനം. എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ മലയാളി ഗവേഷകനായ പ്രൊഫസർ ഹരീഷ് നായരുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിലാണ് കണ്ടെത്തൽ. അണു ശ്വാസകോശത്തെ ബാധിക്കുന്നത് മൂലം ആഗോളതലത്തിൽ വർഷം തോറും 1,15,000 കുട്ടികൾ മരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഇതിൽ വലിയൊരു പങ്ക് മരണം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യക്ക് പുറമെ ചൈന, നൈജീരിയ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന രോഗബാധ 16 ദശലക്ഷം വരും. ഇത് ലോകത്തിലെ മൊത്തം രോഗികളിൽ പകുതിയോളമാണെന്നും കണക്കുകൾ പറയുന്നു. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന മനോരോഗികളുടെ മസ്തിഷ്കത്തിന് ചില പ്രത്യേകതകളുണ്ടെന്ന പഠനം. ഹാർവാർഡ് സർവകലാശാലയിലെ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ജോഷ് ബുക്കോട്ട്സിനാണ് പഠനം നടത്തിയത്. സൈക്കോപാത്തുകൾ എന്ന വൈദ്യശാസ്ത്രം വിശേഷിപ്പിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ മൂലം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ തലച്ചോറിന്റെ ചില പ്രത്യേകതകൾ കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുന്ന തലച്ചോറിലെ പ്രത്യേക ഭാഗം ഇക്കൂട്ടരിൽ ദുർബലമാണെന്ന് കണ്ടെത്തൽ പറയുന്നു. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനോ തങ്ങളെടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലത്തെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കാനോ ഇക്കൂട്ടർക്ക് കഴിവില്ലെന്ന് വിവിധ പരീക്ഷണങ്ങൾ തെളിയിച്ചതായി ഡോക്ടർ ജോഷ് ബുക്കോട്ട്സ് പറഞ്ഞു. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പനിമരണം തുടരുന്നു. പനി ബാധിച്ച് ഇന്നലെ 9 പേർ മരിച്ചു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ശ്വാസകോശ അണുബാധയിൽ ഇന്ത്യ അടക്കമുള്ള 5 രാജ്യങ്ങൾ മുന്നിലെന്ന പഠനം. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന മനോരോഗികളുടെ മസ്തിഷ്കത്തിന് ചില പ്രത്യേകതകളുണ്ടെന്ന് കണ്ടെത്തൽ. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.
നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പനി ബാധിച്ച ഇന്നലെ 9 മരണം. H1N1 അടക്കം 4 മരണങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ. ഇന്ന് ദേശീയ പ്ലാസ്റ്റിക് സർജറി ദിനം. ഹോട്ടലുകളിലും ബേക്കറികളിലും ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ ന്യൂസ് പേപ്പറോ പ്രിന്റ് ചെയ്ത മറ്റ് കടലാസുകളോ ഉപയോഗിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചു. ലംഘിച്ചാൽ നടപടിയെടുക്കാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് പനിമരണങ്ങൾക്ക് കുറവില്ല. വിവിധ ജില്ലകളിലായി 9 മരണങ്ങളാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 2ഉം മലപ്പുറം, കണ്ണൂർ, കൊല്ലം എന്നിവിടങ്ങളിലായി ഓരോ ഡെങ്കിപ്പനി മരണവും സംഭവിച്ചു. ഒരു H1N1 മരണവും തിരുവനന്തപുരത്തെ മണിക്കലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, പാലക്കാട്, കൊല്ലം ജില്ലകളിലായി 3 പനിമരണവും നടന്നതായി ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കിൽ വ്യക്തമാക്കുന്നു. ഇതോടെ സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ 84 പനിമരണങ്ങൾ നടന്നു. സർക്കാർ ആശുപത്രിയെ അപേക്ഷിച്ച് സ്വകാര്യ ആശുപത്രിയെയാണ് ഇപ്പോൾ പനിബാധിതർ ഏറെയും ആശ്രയിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് സ്വകാര്യ നഴ്സുമാരുടെ പണിമുടക്ക് സമരം കൂടി ശക്തമാകുമ്പോൾ അത് ആരോഗ്യ മേഖലയിലെ സേവനം പൂർണ്ണമായും തകിടം മറിക്കാനിടയാക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ന് ദേശീയ പ്ലാസ്റ്റിക് സർജറി ദിനം. പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. പരിക്ക്, അർബുദരോഗം, പൊള്ളൽ എന്നീ അവസ്ഥകളിൽപ്പെട്ട രോഗികളുടെ ശരിയായ രൂപം പ്രാപിക്കുന്നതിനുള്ള പുനർനിർമ്മാണ ശസ്ത്രക്രിയ ഉൾപ്പെടുന്നതാണ് പ്ലാസ്റ്റിക് സർജറി. ജന്മനായുണ്ടാകുന്ന വൈരൂപ്യങ്ങളും പ്ലാസ്റ്റിക് സർജറിയിലൂടെ ചികിത്സിച്ച് മാറ്റാം. ദേശീയ പ്ലാസ്റ്റിക് സർജറി ദിനത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി ക്ലിനിക്കൽ പ്രൊഫസറായ ഡോക്ടർ സന്ദീപ് വിജയരാഘവനാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലാസ്റ്റിക് സർജറി ഡേ ആണല്ലോ. ഈ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ചൊന്ന് പറയാമോ? വർഷങ്ങളായിട്ട് ജൂലൈ 15 നാഷണൽ പ്ലാസ്റ്റിക് സർജറി ഡേ ആചരിച്ചു വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സൗജന്യ ക്യാമ്പുകൾ, സൗജന്യ ശസ്ത്രക്രിയകൾ, എക്സിബിഷൻസ്, അവയർനെസ് ക്ലാസ്സസ്, സെമിനാർസ്, അങ്ങനെ പലതും ജൂലൈ 15 ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ജനങ്ങൾക്ക് പ്ലാസ്റ്റിക് സർജറിനെ കുറിച്ച് ഉള്ള അറിവ് പകരാനും അത് കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുവാനുമുള്ള ആ ദൗത്യത്തിലാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ? പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് എന്നുള്ള വേർഡിൽ നിന്നാണ് പ്ലാസ്റ്റിക് സർജറി വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഗ്രീക്ക് വേർഡ്, പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് പ്ലാസ്റ്റിക് വരുന്നത്. അതെന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് ക്യാൻ ബി മോൾഡഡ്. നമ്മൾ ഒരു വസ്തുവിടെ ആകൃതി മാറ്റിയെടുക്കാൻ പറ്റുന്നതിനാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദാറ്റ് വിച്ച് ക്യാൻ റിസ്റ്റോർ ഫോം ആൻഡ് ഫങ്ഷൻ, അതായത് ആകൃതിയും പ്രവർത്തനക്ഷമതയും തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു വൈദ്യ രീതിയാണ് പ്ലാസ്റ്റിക് സർജറി. ഡോക്ടർ, ഈ വൈദ്യശാസ്ത്രത്തിൽ ഈ പ്ലാസ്റ്റിക് സർജൻ്റെ പ്രാധാന്യം എന്താണ്? ശരിക്കും പറഞ്ഞു വെച്ചാൽ ആരാണ് ഒരു പ്ലാസ്റ്റിക് സർജൻ എന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ പറയാം ഈ ആകൃതിയും പ്രവർത്തനമൊക്കെ ചെയ്യുന്ന, തിരിച്ചു പിടിപ്പിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് പറയാം. പക്ഷേ ഞാൻ പറയുന്നത് അതിലുപരി നമ്മളൊരു പ്ലാസ്റ്റിക് സർജൻ എന്ന് വെച്ചാൽ ഒരു തച്ചുശാസ്ത്രം അറിയുന്ന ആളായിരിക്കണം, പ്ലംബിംഗ് അറിയുന്ന ആളായിരിക്കണം, ഇലക്ട്രീഷ്യൻ ആയിരിക്കണം, ഒരു കൊത്തുപണി അറിയുന്ന ഒരാളായിരിക്കണം. ഇതിൻ്റെയൊക്കെ ഉപരി ആൾ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഒരു ഇന്നോവേറ്റർ, അതായത് ഒരു യുണീക്ക് പ്രശ്നം വരുന്ന സമയത്ത് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് ആ പ്രവർത്തനം നമുക്ക് കൊണ്ടുവരാം. അത് പലപ്പോഴും വളരെ പുതുമയുള്ള കാര്യങ്ങളിലായിരിക്കും ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ചിന്തകനും കൂടിയാണ്. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു പൂർണ്ണമായിട്ടൊരു പ്ലാസ്റ്റിക് സർജൻ ആവുന്നത്. നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ബാക്കി പല സ്പെഷ്യാലിറ്റീസ്, ശരിക്കും പറഞ്ഞു വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ സ്പെഷ്യാലിറ്റീസായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. കാര്യം എന്ന് വെച്ചാൽ വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയെന്ന് വെച്ചാൽ
നമ്മളുടെ സഹായം ചോദിക്കും. അത് എന്തിനും ആകാം. അത് ചിലപ്പോൾ കാർഡിയക് സർജറിയുടെ കൂടെ നമ്മൾ പണിയെടുക്കാറുണ്ട്, GI സർജറിയുടെ കൂടെ, അതായത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സർജറി അവരുടെ കൂടെ പണിയെടുക്കാറുണ്ട്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് യൂറോളജിസ്റ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കാറുണ്ട്, ന്യൂറോ സർജൻസായിട്ട് പ്രവർത്തിക്കാറുണ്ട്, എന്ന് വെച്ചാൽ ജനറൽ സർജൻസായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡ്സിലും പ്ലാസ്റ്റിക് സർജൻസ് അവരുടെ കൈകളും അവരുടെ പ്രവർത്തനവും വരാറുണ്ട്. വളരെ റയർ സ്പെഷ്യാലിറ്റീസ് ലൈക്ക് ഒഫ്തൽമോളജി, കണ്ണിൻ്റെ ഡോക്ടർമാരുടെ കൂടെയും ഒക്കുലോപ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം പ്ലാസ്റ്റിക് സർജൻസ് കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡ്സായിട്ടും പ്ലാസ്റ്റിക് സർജൻസ് ഒത്തൊരുമയോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഡോക്ടർ, പലപ്പോഴും ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു സൗന്ദര്യവർദ്ധക സർജറി എന്നാണ് ആളുകൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. ശരിക്കും ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ സാധാരണ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യേണ്ടി വരിക? സാധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുവെ അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് സർജൻ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് സർജറി ചെയ്യുന്ന ഡോക്ടർ എന്നാണ്. സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയ, അതിലാണ് എല്ലാവരും അങ്ങനെ ഒരു ലേബിളാണ് പ്ലാസ്റ്റിക് സർജൻസിന് കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും തികച്ചും ഒരു തെറ്റായുള്ള ഒരു ചിന്തയാണ്. കാര്യം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഭാഗം പ്ലാസ്റ്റിക് സർജറി മാത്രമേ സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയയുള്ളൂ. പ്ലാസ്റ്റിക് സർജറിയിൽ പ്രധാനമായിട്ട് ബാക്കി ചെയ്യുന്നതൊക്കെ നമ്മൾ മൈക്രോ സർജറി ചെയ്യാറുണ്ട്. പിന്നെ മുറിച്ചുണ്ട്, മുറി അണ്ണാക്ക്, ക്ലെഫ്റ്റ് സർജറീസ് അത് ചെയ്യാറുണ്ട്. പൊള്ളലേറ്റ രോഗികൾക്ക് പൊള്ളലിൻ്റെ സർജറികളും പൊള്ളൽ ചികിത്സയും ചെയ്യാറുണ്ട്. ഈ റീകൺസ്ട്രക്റ്റീവ് സർജറി, ഇപ്പം കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ്, ഇപ്പോൾ നമുക്ക് ക്യാൻസർ വന്നു, മുഖത്തിൻ്റെ ഭാഗങ്ങൾ എടുത്ത് മാറ്റേണ്ടി വരികയാണെന്ന് വെച്ചാൽ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട്. പിന്നെ ലിംഫെഡിമ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന മന്തുകാല്, അല്ലെങ്കിൽ ക്യാൻസർ കാരണം, റേഡിയേഷൻ കാരണം കൈകളും ഒക്കെ വീർത്ത് വരുന്ന അതിൻ്റെ ചികിത്സ ചെയ്യാറുണ്ട്. പിന്നെ കണ്ണിൻ്റെ, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒക്കുലോപ്ലാസ്റ്റിക് സർജറി, കണ്ണിൻ്റെ കൺപോളകളുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൽ ക്യാൻസറോ മറ്റോ വരുന്ന സമയത്ത് അതിൻ്റെ ശസ്ത്രക്രിയകളുണ്ട്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, യൂറോജെനിറ്റൽ സർജറീസ്, ചിലപ്പോൾ ലിംഗം കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അതിൻ്റെ ശസ്ത്രക്രിയ ചെയ്യും. അല്ലെ ഹൈപ്പോസ്പേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂത്രം ശരിയായ ദിശയിലായിരിക്കില്ല പുറത്തോട്ട് വരുന്നത്, അതിൻ്റെ ശസ്ത്രക്രിയ ചെയ്യും. അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ട് ലിംഗം മാറ്റേണ്ടി വരികയാണെന്ന് വെച്ചാൽ ലിംഗത്തിന് നിർമ്മിക്കുന്ന ശസ്ത്രക്രിയകൾ, അങ്ങനെ കുറേ ശസ്ത്രക്രിയകൾ പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യാറുണ്ട്. ഡോക്ടർ, നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. മൈക്രോ സർജറിയെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, എന്താണതെന്ന് വിശദീകരിക്കാമോ? മൈക്രോ സർജറി എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്കാണ് മൈക്രോ സർജറി എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ മൈക്രോസ്കോപ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പ്രധാനമായിട്ട് 2 ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ രക്തക്കൊഴലുകളുടെ ടൈപ്പ് സർജറീസ് ഉണ്ട്, ഞരമ്പുകളുടെ ടൈപ്പ് സർജറീസ് ഉണ്ട്. രക്തക്കൊഴലുടെ സർജറീസ് എന്ന് വെച്ചാൽ, രക്തക്കൊഴൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അറ്റുപോയിട്ടുണ്ട്, വിരലറ്റുപോയി അല്ല കൈ അറ്റുപോയി, അതിനെ തിരിച്ചു പിടിപ്പിക്കുമ്പോൾ പല സാധനങ്ങളും നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ രക്തക്കൊഴൽ നമ്മൾ കൂട്ടിപ്പിടിപ്പിച്ചാൽ മാത്രമേ കൈയിൻ്റെ രക്തോട്ടം തിരിച്ച് കിട്ടുന്നുണ്ടാവുള്ളൂ. അങ്ങനെ മാത്രമേ കൈ തിരിച്ച് ജീവിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ രക്തക്കൊഴലിന് ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മുഖത്തിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ എടുത്ത് മാറ്റേണ്ടി വരും, ക്യാൻസറോ മറ്റു പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ അതിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിൽ നിന്ന് മാംസം എടുത്തിട്ടായിരിക്കും അവിടെ വയ്ക്കുന്നത്. അത് വയ്ക്കുന്ന സമയത്ത് അവിടെയും അവിടുത്തെ ഈ രക്തക്കൊഴലുകൾ, അവിടുത്തെ ആർട്ടറിയുണ്ട്, വെയിനുണ്ട്, അതായത് ധമനിയുണ്ട്, രക്തക്കൊഴലുണ്ട്. ഈ 2 എണ്ണം നമ്മൾ വയ്ക്കുന്ന സ്ഥലത്തെ ഒരു ധമനിയും ഒരു രക്തക്കൊഴലുമായിട്ട് ജോയിൻ ചെയ്യണം. ഇങ്ങനെയാണ് മൈക്രോ സർജറിയുടെ വാസ്കുലർ പാർട്ട് നമ്മൾ ചെയ്യുന്നത്, രക്തക്കൊഴലിൻ്റെ ഭാഗങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതേ സമയത്ത് നമ്മൾ ഞരമ്പിൻ്റെ മൈക്രോ സർജറീസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി, നമ്മൾ ബൈക്ക് അപകടത്തിൽ പല ചെറുപ്പക്കാരുടെ കൈ തളർന്നു പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ അവരുടെ ഈ ഞരമ്പുകൾക്ക് നമ്മൾ ഇതേമാതിരി തന്നെ മൈക്രോസ്കോപ്സ് ഉപയോഗിച്ച് വളരെ ചെറിയ നൂലുകളുടെ സൈസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു തലനാരുടെ ഒരു 1/10 തിക്നെസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയ നൂലുകൾ ഉപയോഗിച്ച്, ചെറിയ സൂചികൾ ഉപയോഗിച്ച്, നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് വെച്ചിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സർജറീസിനാണ് മൈക്രോ സർജറി എന്ന് പറയുന്നത്.
പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ഡോക്ടർ, ഈ അറ്റുപോയ ശരീരഭാഗങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് വരെ എങ്ങനെയാണ് സൂക്ഷിക്കാൻ സാധിക്കുക? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഭാഗം അറ്റുപോയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ പൈപ്പ് വെള്ളത്തിൽ ആ ഭാഗത്തിന് നന്നായിട്ട് കഴുകി സോപ്പും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടേണ്ട ആവശ്യം, പക്ഷേ നന്നായിട്ട് നല്ല രീതിയിൽ കഴുകി എന്നിട്ട് അതിനെ ഒരു നനഞ്ഞ ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് ഈ മൊത്തം പ്ലാസ്റ്റിക് കവർ കെട്ടി നന്നായിട്ട് ഒരു ഐസ് ബോക്സിനകത്ത് വയ്ക്കുക. ഒരു കാരണവശാലും ഐസും ഈ അറ്റുപോയ ശരീരത്തിൻ്റെ ഭാഗവും ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാൻ പാടില്ല. എപ്പോഴും അതിൻ്റെ ഇടയിൽ ആ പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വച്ചിട്ട് കഴിയുന്നതും വേഗത്തിൽ ആശുപത്രിയിൽ കൊണ്ടുവരുന്നതായിരിക്കും ഉചിതം. ഇത് നമ്മൾ പലപ്പോഴും വളരെ ദൂരങ്ങളിൽ നിന്ന് ആൾക്കാർ വിരൽ അറ്റുപോയ ഇതൊക്കെ ആയിട്ട് വരാറുണ്ട്. 72 മണിക്കൂറും 96 മണിക്കൂറിന് ശേഷവും നമ്മൾ വിരലുകൾ തിരിച്ചു പിടിപ്പിക്കാൻ സാധ്യമാണ്. അതേ സമയത്ത് കൂടുതൽ മാംസപേശികളുള്ള ഭാഗങ്ങൾ, ഉദാഹരണം കൈ കംപ്ലീറ്റ് ആയിട്ട് മുറിഞ്ഞു പോകാൻ വെച്ചാൽ കൂടുതൽ മസിലുള്ള ഭാഗങ്ങൾ ഒരു 6 മണിക്കൂറിനകത്ത് നമുക്ക് തിരിച്ച് ജോയിൻ ചെയ്താൽ അതിൻ്റെ പ്രവർത്തനം നമുക്ക് തിരിച്ച് കിട്ടും. ഡോക്ടർ, ഈ ഞരമ്പിൻ്റെ സർജറി എന്ന് പറയുന്നത് സാധാരണ ന്യൂറോ സർജനാണല്ലോ ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ പങ്ക് എന്താണ് ഈ ഒരു സർജറിയിൽ? വളരെ ശരിയായൊരു ചോദ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഞരമ്പിൻ്റെ സർജറീസ് ന്യൂറോ സർജൻസ് എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും ലേബിൾ ചെയ്യാറുണ്ട്. പിന്നെ പെരിഫറൽ നെർവ് സർജറീസ് എന്നുള്ള സർജറീസ് ഉണ്ട്. അതായത് നമ്മൾ തലച്ചോറും നട്ടെല്ലിനും അല്ലാത്ത ബാക്കി ഞരമ്പുകളാണ് പെരിഫറൽ നെർവ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ശസ്ത്രക്രിയകളാണ് പ്ലാസ്റ്റിക് സർജൻസ് സാധാരണ ചെയ്യാറുള്ളത്. സാധാരണ എന്തെങ്കിലും അപകടത്തിൽ മുറിഞ്ഞു പോവുകയാണെങ്കിൽ, ഞരമ്പ് മുറിഞ്ഞു പോകാന്ന് വെച്ചാൽ മൈക്രോ സർജറി ഉപയോഗിച്ചിട്ട് അതിനെ രണ്ടും ജോയിൻ ചെയ്യും. പല സ്ഥലങ്ങളിലാവാം. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു വെച്ചാൽ വിരലിൻ്റെയൊക്കെ അവിടെ ഈ സ്പർശന ശക്തിക്ക് ആവശ്യമുള്ള ഞരമ്പുകൾ വളരെ ചെറിയ ഞരമ്പുകളാണ്. അത് കട്ടായി പോവാം, അല്ല കൈയിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കട്ടാവാം, അല്ല കൈ കംപ്ലീറ്റ് കട്ടാവാൻ വെച്ചാൽ അത് ചെയ്യാം. കാലിലും അതേമാതിരി ഞരമ്പുകളിലെ ശസ്ത്രക്രിയ ചെയ്യാറുണ്ട്. പിന്നെ ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചറീസ് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ കഴുത്തിൽ നിന്ന് 5 പ്രധാന നെർവ് റൂട്ട്സാണ് നമ്മുടെ കയ്യിൻ്റെ എല്ലാ പേശികളും എല്ലാ സ്പർശന ശക്തിക്ക് ആവശ്യമുള്ള അവയവങ്ങൾക്കും സപ്ലൈ ചെയ്യുന്ന നെർവ്സ്. ഈ നെർവ്സ് ഒന്നുകിൽ നട്ടലിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു പോയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന ഏതെങ്കിലും വഴിയിൽ മുറിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്പെഷ്യലൈസ്ഡ് സർജറീസാണ് ബ്രേക്കിയൽ പ്ലെക്സസ് സർജറീസും അതേമാതിരി പെരിഫറൽ നെർവ് സർജറീസും. ഇതെല്ലാം പ്ലാസ്റ്റിക് സർജൻസാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ മാറിൻ്റെ കാര്യമാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മാറുകൾ ആണുങ്ങൾക്കും വരാറുണ്ട്, പെണ്ണുങ്ങൾക്കും പ്രോബ്ലംസ് വരാറുണ്ട്. ആണുങ്ങൾക്ക് സാധാരണയായി കാണുന്നത് ഗൈനക്കോമാസ്റ്റി എന്നിട്ടുള്ള ഒരു അസുഖമാണ്. അതായത് ആണുങ്ങൾക്ക് സ്ത്രീകളുടെ മാതിരി മാറിൻ്റെ സൈസ് കുറച്ചും കൂടി വലുതായി വരും. അവർക്ക് നമ്മളിപ്പോൾ വളരെ ചെറിയ ശുശ്രൂഷകളിലൂടെ ലൈപ്പോസെക്ഷനും അതേ ശുശ്രൂഷകളിലെ കൂടെ തന്നെ ഈ ഗ്രന്ഥികളും പുറത്തോട്ട് എടുക്കുന്ന ശസ്ത്രക്രിയയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ അവർക്ക് ചെയ്തു വരാറുള്ളത്. സ്ത്രീകളാണെന്ന് വെച്ചാൽ അവർക്ക് 2 തരം പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒന്ന് എസ്തെറ്റിക് പ്രശ്നങ്ങൾ, അതായത് സൗന്ദര്യത്തിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. മാറിൻ്റെ സൗന്ദര്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. രണ്ടാമത് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ, ക്യാൻസറും ബാക്കി അങ്ങനത്തെ അസുഖങ്ങളും വന്നിട്ട് മാറെടുത്ത് മാറ്റേണ്ട അവർക്ക് മാറ് തിരിച്ച് പിടിപ്പിക്കുന്ന റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ് രണ്ടാമത്തെ ടൈപ്പ് സർജറി. എസ്തെറ്റിക് സർജറി, അതായത് സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയയിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മാറിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടി കുറേ ആൾക്കാർ വരും, മാറിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരും. അത് കൂട്ടുന്നത് നമ്മൾ പലപ്പോഴും പ്രോസസ്സസ് വെച്ചിട്ടായിരിക്കും കൂട്ടുന്നത്. സിലിക്കോൺ ഇംപ്ലാന്റ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് സൈസ് കൂട്ടാറുള്ളത്. കുറയ്ക്കുന്നത് ശസ്ത്രക്രിയ വെച്ചിട്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ, അതായത് ക്യാൻസറിലൊക്കെ ബ്രസ്റ്റ് പോയ അവരുടെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് യൂഷ്വലി നമ്മുടെ തന്നെ വയറിൻ്റെ
അടിഭാഗത്തുള്ള കൊഴുപ്പും തൊലിയും മാംസവും ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പുറത്തുനിന്ന് മാംസം എടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിനും നമ്മൾ പ്രോസസ്സസും ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണ വരുന്ന മാറിൻ്റെ ശസ്ത്രക്രിയകൾ. ഡോക്ടർ, എന്താണ് ഈ ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത്? അതിൽ എന്തെങ്കിലും പുതിയ കണ്ടെത്തലുകൾ വന്നിട്ടുണ്ടോ? ലൈപ്പോസെക്ഷൻ എന്ന് വെച്ചാൽ ചെറിയ ദ്വാരങ്ങളിലൂടെ നമ്മൾ ഒരു കാനില, അതായത് ഒരു ട്യൂബ് അകത്തോട്ട് ഇട്ടിട്ട് നമ്മുടെ കൊഴുപ്പ് കംപ്ലീറ്റ്ലി വെള്ളം മാരിയാക്കി അതിനെ പുറത്തോട്ട് വലിച്ചു കളയുന്ന ഒരു ശസ്ത്രക്രിയയാണ് ലൈപ്പോസെക്ഷൻ. ഇപ്പോൾ പുതുമയായിട്ട് വന്നതെന്ന് വെച്ചാൽ കുറേ നാൾക്ക് മുമ്പ് ട്യൂമിസെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇൻഫിൽട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ദ്വാരത്തിനകത്തുകൂടെ നമ്മൾ ഈ ട്യൂമിസെൻ്റ് ഫ്ലൂയിഡ് ശരീരത്തിനകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും. ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രക്തക്കൊള്ളും ഞരമ്പും എല്ലാം ചുരുങ്ങി വരും. അപ്പോൾ എന്ത് പറ്റും, നമ്മളുടെ ഇത് കൊഴുപ്പ് പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് രക്തം അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ കൊഴുപ്പ് മാത്രമായിട്ടാണ്, പ്രധാനമായിട്ട് നമുക്ക് കൊഴുപ്പ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് കുറവാണ്, നമുക്ക് എന്താ പറയുന്നത്, പ്രശ്നങ്ങൾ വളരെ കുറവാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഇത് കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു സാധനമാണ്. ഇപ്പം ഓഫ് ലേറ്റ് നമ്മൾ ചെയ്തു വരുന്ന ലൈപ്പോസ് കൾച്ചറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അതായത് മൊത്തമായിട്ട് ഒരാളുടെ ശരീരത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കൊഴുപ്പ് എടുത്തു മാറ്റണം, ചില സ്ഥലങ്ങളിൽ കൊഴുപ്പ് വയ്ക്കണം, ചില സ്ഥലങ്ങളിൽ കൂടുതൽ കൊഴുപ്പെടുക്കണം, ചില സ്ഥലങ്ങളിൽ കുറവ് കൊഴുപ്പെടുക്കണം. ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഇപ്പം ചെറുപ്പക്കാർ പലരും വരുന്നുണ്ട്, അവർക്ക് 6 പാക്ക് ശരീരം കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അതെല്ലാം ഈ ലൈപ്പോസ് കൾച്ചറിങ്ങിലൂടെയാണ് ചെയ്യാറുള്ളത്. ഡോക്ടർ, ഈ മന്ദകാലിന് എന്താണ് ചികിത്സാ രീതി? ഇപ്പോൾ കുറേ പുതിയ ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ മാനുവൽ ലിംഫ് ഡ്രെയിനേജ്. അതായത് നമ്മൾ കുടുംബക്കാർക്ക് മസാജിങ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും. മസാജിങ് ഉണ്ട്, ബാൻഡേജിങ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെച്ചാൽ ഈ പ്രധാനമായിട്ട് ഈ ലിംഫെഡിമ വരുന്നത് നമ്മളുടെ ഈ ലിംഫാറ്റിക്സ് എന്ന് വെച്ചാൽ രക്തത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ രക്തം ഹൃദയത്തിൽ നിന്ന് കാലിലോട്ടും ബാക്കി കയ്യിലോട്ടൊക്കെ പോകുന്ന സമയത്ത് എല്ലാ ഭാഗവും തിരിച്ച് ആ രക്തക്കുഴൽ വഴി തിരിച്ച് ഹൃദയത്തിലോട്ട് വരുന്നില്ല. ഒരു ചെറിയ ഭാഗം അവിടുത്തെ സെൽസിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അതാണ് ലിംഫ്. അതെല്ലാ അഴുക്കുകളും പ്രോട്ടീൻസും വേസ്റ്റും ഇതെല്ലാം എടുത്ത് തിരിച്ച് ഈ വഴിയല്ല വരുന്നത്, ലിംഫാറ്റിക്സിൽ കൂടിയാണ് പുറത്തോട്ട് വരുന്നത്. ആ ലിംഫാറ്റിക്സിന് ഓരോ പമ്പ് ഹൗസസ് ഉണ്ട്. കാലിൻ്റെ അവിടെയും വയറിനകത്തും കക്ഷത്തിലും ഒക്കെ പമ്പ് ഹൗസസ് ഉണ്ട്. അതിനാണ് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴല എന്ന് പറയും, സാധാരണ ഭാഷയിൽ കഴല എന്ന് പറയും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്ക് വരികയാണെന്ന് വെച്ചാൽ കാലിൽ ഈ ലിംഫ് അവിടെ കെട്ടിക്കിടന്ന് അത് വലുതായി കാലിൻ്റെ സൈസോ കയ്യിൻ്റെ സൈസോ അത് വലുതായി വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാനുവൽ ലിംഫ് ഡ്രെയിനേജ് വഴി ഇതിന് ഒന്നും കൂടി നല്ല സ്പീഡിൽ മുകളിലോട്ട് തള്ളി വിടാൻ പറ്റും. അങ്ങനെയാണ് സിമ്പിൾ ടെക്നീക്സ് ഉണ്ട്. നല്ല വ്യത്യാസം വരാറുണ്ട് മാനുവൽ ലിംഫ് ഡ്രെയിനേജിൽ. പിന്നെ അതിനുശേഷം നമുക്ക് നോഡോവീനസ് ഷണ്ട് എന്ന് പറയുന്നത്, അതായത് ലിംഫ് നോഡും രക്തക്കുഴലും കൂടി ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ലിംഫാറ്റിക്സിൽ പ്രഷർ കൂടുതലാണെന്ന് വെച്ചാൽ അവർ രക്തക്കുഴൽ വഴി ലിംഫ് കംപ്ലീറ്റ്ലി തിരിച്ച് ഹൃദയത്തിലോട്ട് പോകും. അങ്ങനെ ഒരു സഹായമായിട്ട് ഇത് വരാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കാലിലൊക്കെയാണ് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ കാല് നമ്മളൊരു പാൻറ്റിൽ എങ്ങനെയാണ് ആടുന്നത് അതുമാതിരി തൊലി ഇങ്ങനെ ആടാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എക്സസ് സ്കിൻ എന്താ ഉള്ളത് ആ സ്കിന്നെല്ലാം എടുത്ത് നമ്മൾ കളയാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെയാണോ ഈ പ്രശ്നങ്ങൾ വരാൻ സാധ്യത, അതായത് ലിംഫെഡിമ വരുന്ന സമയത്ത് നമുക്ക് സാധാരണ അണുബാധ വന്നിട്ട് നമുക്ക് വിറയലും പനിയും വരും. അതൊക്കെയാണ് സാധാരണ വരുന്നത്. അതൊക്കെ പ്രിവെൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അതായത് വിരലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളപ്പാട് വരും, ഫംഗൽ ഇൻഫെക്ഷൻസ് വരും, അതിലൂടെ വരാം. വായുടെ അകത്ത് ഓട്ടകളുണ്ടായിരിക്കും, അതിലൂടെ വരാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം മാക്സിമം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഒന്നുകിൽ മെഡിസിൻസ് കൊടുത്ത് അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓട്ടയടച്ചും അങ്ങനത്തെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. കുറച്ച് പുതിയ ശസ്ത്രക്രിയകളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഡോക്ടർ, ഈ കൈയുടെ ശസ്ത്രക്രിയയിൽ പ്ലാസ്റ്റിക് സർജൻ്റെ റോൾ എന്താണ്? പ്ലാസ്റ്റിക് സർജൻസ് സാധാരണ രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൈയിൻ്റെ ഇവിടെ നിന്ന് റിസ്റ്റിൻ്റെ താഴത്തോട്ട് എല്ലാ കാര്യങ്ങളും പ്ലാസ്റ്റിക് സർജൻസാണ് ചെയ്യാറുള്ളത്. അതായത് കൺജനിറ്റൽ അനോമലീസ്, അതായത് ജന്മനാൽ വരുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ചിലപ്പോൾ വിരലുകൾ ഒട്ടി നിൽക്കുന്നതായിരിക്കും, ചിലപ്പോൾ ചില കേസിൽ തള്ളവിരലുണ്ടാവില്ല, അല്ല മറ്റു വിരലുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ട ശസ്ത്രക്രിയകൾ,
അപ്പോൾ അങ്ങനെ ഒത്തിരി എക്സ്ട്രാ വിരലുകൾ ഇരിക്കുന്നത്, അങ്ങനെ കുറേ ജന്മനാൽ വരുന്ന കുറേ പ്രശ്നങ്ങൾ, വൈകല്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ശസ്ത്രക്രിയ ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ആംപുട്ടേഷൻ, എന്തെങ്കിലും മുറിഞ്ഞു പോവുകയെന്ന് വെച്ചാൽ അതിനെ തിരിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടെന്ന് വെച്ചാൽ ഫ്രാക്ചറിനെ റിപ്പയർ ചെയ്യുക. വള്ളികളുണ്ട്, വിരലിൻ്റെ വള്ളികൾ, ടെൻഡൻസിൻ്റെ മുറിവ് വന്നു വെച്ചാൽ അതിനെ ചെയ്യുക. ഞരമ്പുകൾ അല്ലെ രക്തക്കുഴലുകൾ ഇതെല്ലാം മുറിഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ ശസ്ത്രക്രിയകൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പോൾ പുതിയതായിട്ടിപ്പോൾ വേറെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ തള്ളവിരൽ അറ്റുപോയി. നമുക്കറിയാം 50% ജോലി ചെയ്യുന്ന തള്ളവിരലാണ്. തള്ളവിരൽ പോയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് വൈകല്യം, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ കാലിൽ നിന്ന് വിരലെടുത്തിട്ട് തള്ളവിരലിൻ്റെ ഭാഗത്തോട്ട് വയ്ക്കുന്ന സർജറീസ് ഉണ്ട്, ടോ ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സർജറീസാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ്സ് ചെയ്യാറുണ്ട്. 2 കൈയും അറ്റുപോയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരു ആളുടെ കൈകളെടുത്ത് നമ്മൾക്ക് വയ്ക്കാനും പറ്റും. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഹാൻഡ് സർജറിയിൽ ചെയ്യാറുണ്ട്. ദേശീയ പ്ലാസ്റ്റിക് സർജറി ദിനമായി ഇന്ന് പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചായിരുന്നു ആരോഗ്യ വാർത്തകളും ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി ക്ലിനിക്കൽ പ്രൊഫസറായ ഡോക്ടർ സന്ദീപ് വിജയരാഘവനാണ്. ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്ത് വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇനി ഒരിടവേള. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്ര ദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. ഹോട്ടലുകളിലും ബേക്കറികളിലും ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞുകൊടുക്കാൻ ന്യൂസ് പേപ്പറോ പ്രിന്റ് ചെയ്ത മറ്റ് കടലാസുകളോ ഉപയോഗിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചു. ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ വിഷവസ്തുക്കളുടെയും കീടാണുക്കളുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞതായി കമ്മീഷണർ നവജോത് ഖോസ പറഞ്ഞു. ഇത്തരം പേപ്പറുകൾ ഉപയോഗിച്ച് ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. പ്രധാന ആരോഗ്യ വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്നലെ 9 മരണം. H1N1 അടക്കം 4 മരണങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ. ഇന്ന് ദേശീയ പ്ലാസ്റ്റിക് സർജറി ദിനം. ഹോട്ടലുകളിലും ബേക്കറികളിലും ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ ന്യൂസ് പേപ്പറോ പ്രിന്റ് ചെയ്ത മറ്റ് കടലാസുകളോ ഉപയോഗിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചു. ലംഘിച്ചാൽ നടപടിയെടുക്കാനും നിർദ്ദേശം. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrthatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.